വയനാട് ലാൻഡ്സ്ലൈഡിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്ന ഒരു അമ്മയുടെ വാർത്ത ഏറെ സന്തോഷകരവും ആശ്വാസകരവുമായാണ് കേരള ജനത വരവേറ്റത്. ഓഗസ്റ്റ് മാസം ആദ്യവാരം ലോക മുലയൂട്ടൽ വാരമായാണ് നാം ആചരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മുലയൂട്ടുന്നത് കാര്യത്തിൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ IHME സ്പന്ദനം വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഡോക്ടർ നസ്രിൻ, ചീഫ് ഫിസിഷ്യൻ, നാസ് ഹോമിയോപ്പതി ക്ലിനിക്, പുറങ്ങ്, പനമ്പാട്. കുഞ്ഞിന് കൃത്യമായ പോഷണം ലഭിക്കാനും അമ്മയിൽ നിന്ന് പ്രതിരോധശേഷി നൽകാൻ ആവശ്യമായ ആൻറ്റിബോഡികൾ കുഞ്ഞിന് ലഭിക്കാനും അതേപോലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുവാനും കുഞ്ഞിൻ്റെ ബുദ്ധിശക്തി വരെ വികസിക്കുവാനും മുലപ്പാൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. മുലയൂട്ടുന്നത് കൊണ്ട് അമ്മമാർക്കുമുണ്ട് ഗുണങ്ങൾ. പ്രസവശേഷം ഗർഭാശയം പഴയ അവസ്ഥയിലേക്ക് ചുരുങ്ങി വരാനും അമിതവണ്ണം വെപ്പ് കുറക്കാനും അതുപോലെ സ്തനാർബുദം, അണ്ഡാശയത്തിലുള്ള അർബുദം എന്നിവ വരുന്നത് തടയാനും പ്രകൃതിദത്ത ഗർഭനിരോധനത്തിനും മുലയൂട്ടൽ സഹായകമാകുന്നു. ഇനി എങ്ങനെ മുലയൂട്ടാമെന്ന് നോക്കാം. ശരിയായ രീതിയിൽ മുലയൂട്ടുന്നതിനെ ഗുഡ് ലാച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു. അമ്മമാർ പാദം താഴെ ഉറപ്പിച്ച് കുറച്ച് പുറകോട്ട് ചാഞ്ഞിരുന്ന് മടിയിലൊരു തലയിണ വെച്ച് വളരെയധികം കംഫർട്ടബിളായി വേണം ഇരിക്കാൻ. ഇനി മുലയൂട്ടുന്ന വശത്തെ മുട്ടിൻ്റെ മടക്കിൽ കുഞ്ഞിൻ്റെ തലയും അതേ കൈകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ശരീരവും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇരിക്കാൻ. കുഞ്ഞിൻ്റെ ചെവി, ഷോൾഡർ, ഇടുപ്പ് തുടങ്ങിയവ നേർരേഖയിൽ വരുന്ന രീതിയിൽ ശരീരത്തോട് ചേർത്ത് വേണം കുഞ്ഞിനെ പിടിക്കാൻ. അതുപോലെ തന്നെ മുലക്കണ്ണും അതിനോട് ചുറ്റിയുള്ള ഏരിയോള എന്നറിയപ്പെടുന്ന ഇരുണ്ട ഭാഗവും പൂർണ്ണമായും കുഞ്ഞിൻ്റെ വായിൽ എത്തേണ്ടതാണ്. കുഞ്ഞ് ജനിച്ചയുടൻ അമ്മയിൽ നിന്ന് വരുന്ന പാലാണ് കൊളസ്ട്രം. മഞ്ഞ നിറത്തിലുള്ള കട്ടി കുറഞ്ഞ ദ്രവരൂപത്തിൽ കാണുന്ന ഈ പാൽ ആൻറ്റിബോഡികളാൽ സമൃദ്ധമായതിനാൽ കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെയധികം സഹായിക്കുന്നതാണ്. നിർബന്ധമായും ഈ പാൽ കുഞ്ഞ് കുടിച്ചിരിക്കേണ്ടതാണ്. കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ കുഞ്ഞിന് നൽകാവൂ. ചൂടുവെള്ളം പോലും കുഞ്ഞിന് നൽകേണ്ട ആവശ്യമില്ല. എല്ലാ 2 മുതൽ 4 വരെയുള്ള മണിക്കൂറുകളിലും പിന്നെ കുഞ്ഞിൻ്റെ ആവശ്യാനുസരണവും കുഞ്ഞിനെ മുലയൂട്ടാവുന്നതാണ്. ആദ്യം വരുന്ന പാലിൽ പോഷണവും ജലവുമാണ് കൂടുതലെങ്കിൽ അവസാനം വരുന്ന പാലിൽ കൊഴുപ്പാണ് കൂടുതലായിട്ടുള്ളത്. അതിനാൽ തന്നെ കുഞ്ഞിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് 15 മുതൽ 20 മിനിറ്റ് വരെ തുടർച്ചയായി പാല് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രസവിച്ച് കഴിഞ്ഞ് 3-4 ദിവസം കഴിയുമ്പോഴാണ് സാധാരണ അമ്മമാരിൽ കൂടുതലായിട്ട് പാല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അമ്മമാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം പാലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ അമ്മയുടെ മുന്നിൽ വെച്ച് അവർക്ക് പാല് കുറവാണ് എന്ന തോതിലുള്ള സംസാരങ്ങൾ പാട് ഉപേക്ഷിക്കേണ്ടതാണ്. ഗർഭാവസ്ഥയിൽ എന്ന പോലെ അതിനേക്കാൾ കൂടുതലായി അമ്മമാർ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. ധാരാളം ജലവും പോഷക സമ്പൂർണമായ ആഹാരവും കഴിക്കേണ്ടത് കുട്ടികളുടെ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് മുലപ്പാൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഫ്രഷായി എടുത്ത പാലാണെങ്കിൽ സാധാരണ താപനിലയിൽ 4 മണിക്കൂർ വരെയും ഫ്രിഡ്ജിലാണെങ്കിൽ 3 ദിവസം വരെയും കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന പാൽ പുറത്തെടുത്ത് തണുപ്പാറിയ ശേഷം മാത്രമേ കുഞ്ഞിന് നൽകാവൂ. ഒരിക്കൽ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത പാൽ പിന്നീട് ഫ്രിഡ്ജിലേക്ക് തിരിച്ചു വയ്ക്കാൻ പാടുള്ളതല്ല. മുലയൂട്ടുന്ന അമ്മമാർ സാധാരണയായി നേരിടുന്ന പ്രശ്നങ്ങളായിട്ടുള്ള പാലില്ലായ്മ, സ്തനവീക്കം, മുലക്കണ്ണ് വീണ്ട കീറൽ തുടങ്ങിയൊക്കെ ഹോമിയോപ്പതി ചികിത്സ ലഭ്യമാണ്. നല്ല ഫലം ലഭിക്കുന്നതിന് രോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ യോഗ്യരായ ഹോമിയോപ്പതി ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ്. ഈ വർഷത്തെ തീം പറയുന്നത് പോലെ ക്ലോസിംഗ് ദ ഗ്യാപ്പ്, ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് ഫോർ ഓൾ. എല്ലാവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്ക് പരമാവധി പിന്തുണ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. നമസ്കാരം.